നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. സോ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് കോൾ ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമിൽ കോൾ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് C++ൽ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ C++ പ്രോഗ്രാമിൽ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ. ഉദാഹരണമായി ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഇത്രയും കാണുന്ന ഭാഗം ഒരു ഫംഗ്ഷനാണ്. ഇത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ്, അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പ്രത്യേക ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് അതിന് റിട്ടേൺ ടൈപ്പ് കൊടുക്കുക എന്നതാണ്. സോ നമുക്ക് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ലെങ്കിൽ നമ്മളിവിടെ വോയിഡ് എന്ന് കൊടുക്കുന്നു. സോ ഉദാഹരണമായി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇൻറ്റിജർ എന്ന് കൊടുത്തു, കാരണം നമ്മൾ റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻറ്റ് കൊടുക്കുന്നു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനിൽ നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ വോയിഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ മെസ്സേജ് എന്ന് കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതുപോലെ മെയിൻ എന്ന് പറയുന്ന നമ്മുടെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. സോ രണ്ട് ഫംഗ്ഷൻസ് സ്ട്രക്ചർ ഏകദേശം ഒരുപോലെ സെയിം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? സോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കണം. സോ നമ്മളുടെ സി ഔട്ട്. സോ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ നമ്മൾ നമ്മുടെ കോഡ് എഴുതുന്നു. സി ഔട്ട് ഗുഡ് മോർണിംഗ്. സോ ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ടും ബ്ലാങ്ക് റിസൾട്ടാണ് വരിക. സോ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ഒന്നും കൊടുത്തിട്ടില്ല. മെയിൻ ഫംഗ്ഷനിൽ കൊടുക്കുന്ന കാര്യം മാത്രമേ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മെയിൻ ഫംഗ്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് കോൾ ചെയ്യേണ്ടതുണ്ട്. മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ കോൾ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന പേര് കൊടുക്കുക, ഫംഗ്ഷൻ പേര് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പാരന്തസിസ് അഥവാ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻ്റായി. സോ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അത് അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ടാസ്ക് നിർവഹിക്കുന്നു. സോ ഇനി നമ്മൾ 2 പ്രാവശ്യം കൂടി ഇത് കോൾ ചെയ്ത് നോക്കാം. മെസ്സേജ്, അതുപോലെ മെസ്സേജ്. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം കോൾ ചെയ്തു. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തവണ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. ഇതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്. ഈ ഒരു രീതിയിലാണ് ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു സിമ്പിൾ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനെങ്ങനെ കോൾ ചെയ്യാമെന്നും മനസ്സിലായി എന്ന് കരുതുന്നു.